Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലൻ ഷെയ്ക്കാണ്. അതിങ്ങനെ വളരെ സിമ്പിളായിട്ട് അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ അധികം ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന വീഡിയോസിലൊക്കെ അധികം നമ്മൾ ഷെയ്ക്ക് എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെയ്ക്ക് നിങ്ങൾക്ക് ഏത് വീഡിയോയിലും എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് ഒരു ലെയറിൽ ആഡ് ചെയ്താൽ നമുക്കത് കോപ്പി പേസ്റ്റ് ചെയ്യുക മാത്രമാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ നമ്മൾ എന്ത് ചെയ്യുക, ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. 60 FPS ഏതൊരു FPS നിങ്ങളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിലേക്ക് വന്ന ശേഷം നമ്മൾ ഒരു ഫോട്ടോ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം ആഡ് ചെയ്തിട്ട് അതിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു നെയ്മറിൻ്റെ ഈ ഒരു ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ എഫക്ട്സ്, ആഡ് എഫക്ട്സ്, ഫസ്റ്റ് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുക. ദെൻ മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇതാണ് നമ്മൾ ആഡ് ചെയ്യുന്ന ഫസ്റ്റ് ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക. രണ്ടാമത്തത് പറഞ്ഞാൽ ഓട്ടോ ഷേക്കാണ്. ഓട്ടോ ഷേക്ക് നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഫസ്റ്റ് ഇതേപോലെ കുറച്ച് ബീറ്റ് മാർക്ക് ആഡ് ചെയ്യുക. ഓക്കെ, അതായത് 0-ൽ 1-ൽ 1.30, അതേപോലെ തന്നെ എൻഡിൽ ഇതേപോലെ 4 ഡോട്ട്, അതായത് നമ്മൾ 4 ബീറ്റ് മാർക്ക് ആഡ് ചെയ്യാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അഗെയിൻ എഫക്ട്സിൽ ഓട്ടോ ഷേക്ക് ഓപ്പൺ ചെയ്യുക. ഓട്ടോ ഷേക്കിൽ മാഗ്നറ്റ്യൂഡിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മളൊന്ന് ഇതേപോലെ 4 കീ ഫ്രെയിംസ് ആണ് ആഡ് ചെയ്യുന്നത്. 4 കീ ഫ്രെയിംസ് ഇതേപോലെ ആഡ് ചെയ്ത ശേഷം ഒന്നാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നന്നായിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്ത് ഒരു 1800 റേഞ്ചിലൊക്കെ നമ്മൾ ഇതിൻ്റെ കീ ഫ്രെയിം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമ്മളിതിൻ്റെ കീ ഫ്രെയിം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം. എന്നിട്ട് ആ ഒരു കീ ഫ്രെയിം നമ്മൾ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കുക. ദെൻ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ, അതായത് നമ്മൾ നാലാമത്തെ ആഡ് ചെയ്ത കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 190ലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് 190ലേക്ക് ഇതേപോലെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫസ്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ട കർവ് പറഞ്ഞാൽ ഇതാ ഈ ഒരു കർവാണ്. ഈ ഒരു ക്രോസ് രീതിയിൽ വരുന്ന ഈ ഒരു കർവാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ ഈ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ എൻഡിലായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെയ്ക്കായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് അടുത്തൊരു ചേഞ്ച് പറഞ്ഞാൽ ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിലും നമ്മൾ സെയിം മെത്തേഡ് 4 കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. സെയിം പൊസിഷനിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ വന്ന് നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 6ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ഒരു 6ലേക്കൊക്കെ സെറ്റ് ചെയ്യുക നമ്മൾ കറക്റ്റായിട്ട്. ഇനി അഥവാ നിങ്ങൾ ചെയ്യുന്ന വീഡിയോക്ക് ഈ ഒരു ഷെയ്ക്ക് അധികമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂസൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മളിത് കറക്റ്റ് 6ലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ 0 ആണ്. തേർഡ് കീ ഫ്രെയിമും 0 ആണ്. നമ്മൾ ഫോർത്ത് കീ ഫ്രെയിം വന്ന ഒരു 1.80 ആ റേഞ്ചിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. 1.9080 ആ റേഞ്ചിൽ കറക്റ്റായി സെറ്റ് ചെയ്തിട്ട് ആ ഒരു കീ ഫ്രെയിം വന്ന് ഇതിൻ്റെ എൻഡിലേക്കും സെറ്റ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്ന കർവ് പറഞ്ഞത് ഈ ഒരു കർവ് ആഡ് ചെയ്യുക. ഇത് മുകളിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ ഈ ഒരു കർവ് കോപ്പി ചെയ്ത ശേഷം നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ റൊട്ടേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒന്നാമത്തെ എഫക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അഗെയിൻ ആഡ് എഫക്ട്സിൽ വന്ന ശേഷം നമ്മൾ രണ്ടാമത് ആഡ് ചെയ്യുന്നത് റാൻഡം ജിറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റാണ്. അത് വന്ന് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വന്ന് നമ്മൾ ഫസ്റ്റ് ആംഗിൾ വന്ന് 0 ആക്കി കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആംഗിൾ 0 ആക്കി കൊടുക്കുക. ദെൻ ഫ്രീക്വൻസിയിലേക്ക് വരിക. ഫ്രീക്വൻസിയിൽ നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം, ഫസ്റ്റിലും അതുപോലെ തന്നെ എൻഡിലും. ഇതേപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് 45ലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 45 ആക്കി കൊടുക്കുക ഇതേപോലെ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ രണ്ടാമതായി ആഡ് ചെയ്ത കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 1ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഫുള്ളായി കുറച്ച് കൊടുക്കുക വാല്യൂ. ദെൻ ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്ത ശേഷം നമ്മളതിൻ്റെ താഴെ മാഗ്നറ്റ്യൂഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലും വന്ന് നമ്മൾ 2 കീ ഫ്രെയിമാണ് ആഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, ദെൻ നമ്മൾ മൂന്നാമത് ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത ആ ഒരു പ്ലേസിൽ ഒരു കീ ഫ്രെയിം. ഇവിടെ വന്ന് നമ്മൾ രണ്ടാമത്തെ കീ ഫ്രെയിം വന്ന് വാല്യൂ ഒന്ന് 1 ആക്കി കൊടുക്കുക. ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് ഒരു 17ലേക്ക് സെറ്റ് ചെയ്യുക. 15 അല്ലെങ്കിൽ 17 ആ റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ദെൻ അതും ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്യുക. ദെൻ ഇതിൻ്റെ പണി, ഈ ഒരു എഫക്റ്റിൻ്റെ പണി നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ അഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് റാൻഡം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. റാൻഡം ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്ത ശേഷം നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മാഗ്നറ്റ്യൂഡിൻ്റെ ഒരു ഓപ്ഷൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, മാഗ്നറ്റ്യൂഡ് ടാപ്പ് ചെയ്തിട്ട് ഇതേപോലെ 3 കീ ഫ്രെയിംസാണ് നമ്മൾ മാഗ്നറ്റ്യൂഡിന് കൊടുക്കേണ്ടത്. ഫസ്റ്റ് അതേപോലെ മൂന്നാമത് നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ബീറ്റ് മാർക്കിൽ, ദെൻ എൻഡിൽ ഇതേപോലെ 3 എണ്ണമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇവിടെ വന്ന് ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് 300ലേക്ക് സെറ്റ് ചെയ്യുക. കറക്റ്റ് ഒരു 300ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ,
ദെൻ ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ തേർഡിൽ നമ്മൾ കൊടുത്ത, അതായത് സെക്കൻഡായിട്ട് നമ്മൾ കൊടുത്ത കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും എൻഡിലായി കൊടുത്തതിൻ്റെ വാല്യൂ നമ്മൾ 30 ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ ഇതേപോലെ കറക്റ്റായിട്ട് ഫസ്റ്റിലേക്കും എൻഡിലേക്കൊക്കെ ആയിട്ട് കീ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ നമ്മൾ നേരത്തെ കൊടുത്ത സെയിം കർവാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഈ ഒരു കർവ് ഇവിടെ കൊടുക്കുക. ദെൻ നമ്മളത് കോപ്പി ചെയ്തിട്ട് ഇവിടെയും കൊടുക്കുക. ദെൻ അത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ദെൻ ബാക്ക് വരിക, എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. സെയിം സ്ഥലത്ത് നമ്മൾ കീ ഫ്രെയിംസ് കൊടുക്കുക. ഫസ്റ്റ്, അതേപോലെ തന്നെ തേർഡ് ബീറ്റ് മാർക്കിൽ, എൻഡിൽ ഇതേപോലെ 3 കീ ഫ്രെയിംസ് കൊടുക്കുക. ഇതിൽ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ 4.40 സെറ്റ് ചെയ്ത് കൊടുക്കുക. 4.40 കറക്റ്റ് ആ ഒരു വാല്യൂ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, 4.40 സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത് ഫസ്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 തന്നെയാണ്, അത് ചേഞ്ച് ഒന്നുമില്ല. ദെൻ അഗെയിൻ ലാസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 4.40 തന്നെയാണ്. ഓക്കെ, കറക്റ്റായിട്ട് ആ ഒരു വാല്യൂ കൂടെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നേരത്തെ കൊടുത്ത സെയിം കർവ് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. പേസ്റ്റ് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, ദെൻ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെയായിട്ട് സീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നമ്മൾ 0.03 ചെറിയൊരു ഇൻക്രീസ്മെൻറ്റ് മാത്രം ചെയ്ത് കൊടുക്കുക 0.03ലേക്ക്. ദെൻ അഗെയിൻ ആഡ് എഫക്ട്സ് വരാൻ നമ്മൾ മോഷൻ ബ്ലർ ആഡ് ചെയ്യുക. മോഷൻ ബ്ലറിൽ വന്ന് നമുക്കിവിടെ സ്കെയിൽ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നമ്മൾ ഓഫ് ആക്കിയിടുക. അതേപോലെ ട്യൂൺ 1 ഉണ്ടാവുക. അത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 0.80 കുറച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരാം. ഇവിടെ നമ്മൾ വന്ന് കളർ ആൻഡ് ലൈറ്റിൽ എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്യുക. എക്സ്പോഷർ ആൻഡ് ഗാമ ഒന്ന് നമ്മൾ ഇതേപോലെ ഈ ഒരു പ്ലേസ് അല്ലേ, അതായത് നമ്മൾ ഷെയ്ക്ക് കഴിഞ്ഞ് വരുന്ന ആ ഒരു പ്ലേസിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ബാക്കിയുള്ള എല്ലാ പ്ലേസിലും കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ 4 സ്ഥലത്താണ് നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഫസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കീ ഫ്രെയിം കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാറി, ഫസ്റ്റിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ആ ഒരു കീ ഫ്രെയിം കൊടുക്കുക. ഇവിടെ വന്ന് നമ്മൾ കുറച്ചൊരു എക്സ്പോഷർ കൊടുക്കുക. ഇതേപോലെ എക്സ്പോഷർ കൊടുത്ത ശേഷം ഈ ഒരു രീതിക്ക് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയാണോ ആ ഒരു എക്സ്പോഷർ വേണ്ടത് ആ ഒരു രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻഡിലായിട്ടുള്ളതിനും കുറച്ചൊരു എക്സ്പോഷർ കൊടുക്കുക ഔട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്കായിരിക്കും വരില്ല. അതായത് ആ ഒരു ഷെയ്ക്ക് കഴിഞ്ഞ് വരുന്നിടത്ത് ഒരു എക്സ്പോഷർ ആ ഒരു രീതിക്കായിരിക്കും ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതി കൊടുത്താൽ ഈ ഒരു ഷെയ്ക്കിൻ്റെ കൂടെ തന്നെ ആ ഒരു എക്സ്പോഷർ വരും. അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്നുള്ളത് കീ ഫ്രെയിംസിൻ്റെ കാര്യങ്ങളെല്ലാം അലൈറ്റ് മോഷൻ യൂസ് ചെയ്യുന്നവർക്ക് അറിയാവുന്നതായിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക. സർക്കുലർ റിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, ഇത് ആഡ് ചെയ്ത ശേഷം നമ്മളിവിടെ ഫ്രീക്വൻസിയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് 20 ഉണ്ടാവുക. അത് ഭയങ്കര അധികമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൊടുക്കുക. ഒരു 2 പോയിൻ്റൊക്കെ നമുക്കിതിൽ ആവശ്യമുള്ളൂ. 2 പോയിൻറ്റ് അല്ലെങ്കിൽ 1.9 ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് വാല്യൂ സെറ്റ് ചെയ്യുക. ഈ ഒരു റേഞ്ചിലേക്ക് വാല്യൂ സെറ്റ് ചെയ്ത ശേഷം നമ്മളിതിൻ്റെ താഴെ സ്ട്രെങ്ത്ത് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്ട്രെങ്ത്തിൽ വന്ന് നമ്മൾ 2 കീ ഫ്രെയിംസാണ് ആഡ് ചെയ്യേണ്ടത്. ഒന്ന് ഫസ്റ്റിലും അതുപോലെ തന്നെ ഒന്ന് എൻഡിലും. ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ നമ്മൾ സ്ലൈറ്റ്ലി ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 0.050 ഈ ഒരു റേഞ്ചിൽ കറക്റ്റായി സെറ്റ് ചെയ്യുക. ദെൻ എൻഡിലതിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കി കൊടുക്കുക. ദെൻ ഇതേപോലെ എൻഡിലായി സെറ്റ് ചെയ്യുക. ദെൻ ഇതിൻ്റെ താഴെ ഫേസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫേസിൽ വന്ന് നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതായത് രണ്ടാമത് ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത സ്ഥലത്തും ഫസ്റ്റിലും രണ്ടാമത് ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത സ്ഥലത്തുമായിട്ട് 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്തിട്ട് ഒന്നാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്നാൽ 0.88 ഈ ഒരു റേഞ്ചിൽ നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുക. ദെൻ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ നമ്മൾ കുറച്ച് കൊടുക്കുക. ഒരു നേരെ മൈനസ് ഈ ഒരു റേഞ്ചിൽ -0.99 ഈ ഒരു റേഞ്ചിലൊക്കെ നമ്മൾ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുക. ഇവിടെ വന്ന് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത സെയിം കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതിൻ്റെ താഴേക്ക് നമുക്ക് റേഡിയസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. റേഡിയസ് നമ്മൾ ഫുള്ളാക്കി കൊടുക്കുക. ദെൻ നമ്മളിപ്പോൾ ഇത് പ്ലേ ചെയ്യുമ്പോൾ നല്ലതാണ്. ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് നമുക്കൊരു ഷെയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. ഞാനിതിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് 2 ലെയറാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 ലെയർ ആക്കിയാൽ നമ്മൾ ഇപ്പോൾ പ്രിവ്യൂ കണ്ട സെയിം സാധനം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, അത് ആ ബ്ലാക്ക് വന്നത് അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കുഴപ്പമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇന്നും ഔട്ടും കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 സെക്കൻഡ് ഇതേപോലെ 2 സെക്കൻഡ് ഡ്യൂറേഷൻ എടുത്തുകൊണ്ടാണ് ഇത്ര ലാഗ് വരുന്നത്. നിങ്ങൾക്കറിയാം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു 2 സെക്കൻഡ് അങ്ങനെയൊന്നും നമ്മൾ എടുക്കാറില്ല. ചെറിയ ഗ്യാപ്പിലൊക്കെ ആയിരിക്കും ഓരോ ക്ലിപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഈ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നോക്കുക. അപ്പം ഇതിൻ്റെ കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക.
അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ.